അപ്പോൾ കറിദോശയൊക്കെ ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ബില്ല് കിട്ടിയപ്പോഴാണ് എൻ്റെ കണ്ണ് തല്ലേ. ഒരു ദോശേൻ്റെ വില 264 രൂപയെ. ഒരു ദോശയ്ക്ക് 267 രൂപ കൊടുത്ത് ഒരു ദോശ കഴിക്കണമെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഓവറാണ്. ഓവറല്ല, നല്ല ഓവർ പ്രൈസ്ഡാണ് കേട്ടോ. ഇവിടെ പോയപ്പോഴും ഊബർ ബുക്ക് ചെയ്തത്, വന്നപ്പോഴും ഊബർ ബുക്ക് ചെയ്തത്. പക്ഷേ ഊബർ കാണിക്കുന്നതിൻ്റെ എക്സ്ട്രാ കാശ് ഇവർക്ക് കൊടുക്കണം. അതായത് പോയപ്പോൾ 52 രൂപ ഊബറിൽ കാണിച്ചു, പക്ഷേ നമ്മുടെ അടുത്ത് നിന്ന് 70 രൂപ മേടിച്ചു. ഇപ്പോൾ വന്നപ്പോൾ 72 രൂപ ഊബറിൽ കാണിച്ചു, പക്ഷേ 110 രൂപ മേടിച്ചു കേട്ടോ. നമ്മുടെ മധുരൈ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഭാഗമാണത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരത് താഴെ ലിങ്ക് കൊടുത്തേക്കാൻ പോയി കാണാൻ മറക്കണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ മധുരേൻ്റെ കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് പോകുന്നത് നമ്മുടെ മീനാക്ഷി ടെമ്പിൾ റിനോവേറ്റ് ചെയ്ത തിരുമലൈ നായ്ക്കർ എന്ന് പറഞ്ഞ രാജാവിൻ്റെ ഒരു മഹലിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പാലസിൻ്റെ എൻട്രൻസിലെത്തി കേട്ടോ. അതെ, ഇതാണ് എൻട്രൻസ്. ഇനി അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ക്യാമറ 30 രൂപ, വീഡിയോ 100 രൂപയാണ് കേട്ടോ. നോക്കാം. അപ്പോൾ നമ്മൾ വന്ന രണ്ടാമത്തെ സ്ഥലവും മൂഞ്ചലാണ്. എവിടെയും വ്ളോഗ് എടുക്കാൻ പറ്റില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വ്ളോഗ് വീഡിയോ ഈസ് നോട്ട് അലൗഡ്. ഇവിടെ വ്ളോഗിങ് അലൗഡ് അല്ല, പക്ഷേ 1-2 ഷോട്ട്സൊക്കെ നമ്മൾ ആ പാലസിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ പാലസിൻ്റെ മെയിൻ എൻട്രൻസിൽ നിന്നുള്ള വ്യൂ ആണിത്. അപ്പോൾ ഈ പാലസിൻ്റെ മുമ്പിൽ പരിപാടികളൊക്കെ നടക്കുമ്പോൾ രാജാവ് ഇരുന്ന് കാണുന്ന കസേരയാണ് കേട്ടോ ഇത്. പക്ഷേ നമ്മുടെ നാട്ടിലെ പാലസ് പോലൊന്നുമല്ല ഇത്. അങ്ങനെയൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. കണ്ടോ ആ ഒരു ചെയറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സിംഹാസനത്തിൻ്റെ അവസ്ഥ കണ്ടോ. അതുതന്നെ മറ്റേക്ക് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് കളറൊക്കെ പോയി കിടക്കാൻ കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതൊരു ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടല്ല ആൾക്കാർ കണക്കാക്കുന്നത്. ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് കേട്ടോ. കാരണം മധുരയിൽ ചൂട് അങ്ങനെയാണ്. അതുപോലെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇറങ്ങിട്ടോ. ഇവിടെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല. ചെറിയതായിട്ട് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് ഞാനിതിൽ ആഡ് ചെയ്തേക്കാം. അല്ലാണ്ട് വ്ളോഗായിട്ടൊന്നും എടുക്കാൻ അവിടെ സമ്മതിക്കില്ല കേട്ടോ. അവിടെ അലൗഡ് അല്ല. അവിടെ കാശ് കൊടുത്താലും അലൗഡ് അല്ല എന്ന് തോന്നുന്നു. വ്ളോഗിന് അലൗഡ് അല്ല ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ. എന്താണെന്ന് എനിക്കറിയില്ല. ഇനി നെക്സ്റ്റ് ഒരു കത്തീഡ്രൽ ഉണ്ട്, സെൻറ്റ് മേരീസ് കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ കൂടി ഒന്ന് പോയിട്ട് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ നടന്നു കേട്ടോ. ഇനി തിരിച്ചത്രയും ദൂരം നടക്കണം. അപ്പോൾ എന്തായാലും ആ ചാപ്പലിലോ അല്ലെങ്കിൽ ആ കത്തീഡ്രലും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ എവിടെ പോയാലും ക്യാമറ നോട്ട് അലൗഡ് എന്നാട്ടോ പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലും ക്യാമറ നമ്മൾ അലോ ചെയ്തില്ല. പക്ഷേ പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് 1-2 ഷോട്ട്സ് എടുത്ത് അത്രേ ഉള്ളൂ. ചുറ്റുമൊന്നും ക്യാമറ എടുക്കാൻ അവിടുത്തെ സെക്യൂരിറ്റി സമ്മതിച്ചില്ല കേട്ടോ. എന്താ കുഴപ്പമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഇനി ഒരു ഫുഡ് സ്പോട്ട് നോക്കിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോയി ഒന്ന് റെസ്റ്റ് എടുക്കണം കേട്ടോ. വയ്യ നടക്കാൻ, കാലൊക്കെ വേനെടുക്കാൻ തുടങ്ങി. ഇതിൽ വന്നിട്ട് ജിഗർദന്ത കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഒരു ജിഗർദൻ്റെ സ്പോട്ട് തപ്പി വന്നതാണ് കേട്ടോ. ഇവിടെ ഒരു മധുരൈ ഫേമസ് ജിഗർദന്ത എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അതിലും പോയി ഒന്ന് കഴിച്ചു നോക്കാം. കട മധുരൈ ഫേമസ് ജിഗർദന്ത എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. നല്ല തിരക്കാണ്. നല്ല തിരക്കാണ് കേട്ടോ. ഒന്ന് നോക്കട്ടെ, മേടിച്ചിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഐറ്റം. പാലിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടോ. നമ്മുടെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. പാലിൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കും, പാല് നെയ്യൊക്കെ ഒഴിച്ചായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഒരു വ്യത്യാസ ടേസ്റ്റ് ആട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജിഗർദന്ത കഴിച്ചപ്പോൾ ഒന്ന് റീചാർജ് ആയ പോലെ ഉണ്ട്. ഈ റീചാർജ് വേണം ഈ 3 കിലോമീറ്റർ റൂമിലേക്ക് നടക്കാൻ കേട്ടോ. അവിടെ പോയിട്ട് ഇനി ഫുഡ് കഴിക്കാം. എന്തായാലും ആ റൂമിൻ്റെ പരിസരത്ത് നിന്ന് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ രാവിലത്തെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ വന്നു. 1 മണിയായപ്പോൾ ഒരു 3 മണി വരെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. അപ്പോൾ വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കഴിക്കാൻ പോകണമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ഫേമസ് കട ഉണ്ടെന്ന് നമ്മുടെ ലോഡ്ജിലെ പുള്ളിക്കാരൻ പറഞ്ഞു. എന്താ കോണർ കടയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇവിടുത്തെ ഫേമസ് കടയാണെന്ന് പറഞ്ഞത്. അങ്ങോട്ട് 1.5 കിലോമീറ്റർ നടക്കാൻ വയ്യ. അതുകൊണ്ട് ഊബർ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടോ. വരട്ടെ, എന്നിട്ട് പോയി നോക്കാം. നമ്മൾ ചോദിച്ചവരെല്ലാവരും പറഞ്ഞ കടയിലാട്ടോ നമ്മളെത്തിയത്. കോണർ കടയെന്നാണ് കേട്ടോ പേര്. ഇവിടെയാണ് മധുരയിൽ ഫേമസ് ആയിട്ടുള്ള മട്ടൺ ഡിഷസ് ഒക്കെ കിട്ടുകയെന്ന് പറഞ്ഞു. നമുക്ക് ഇന്നത്തെ ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല. സമയം 3 മണി 4 മണി ആവാനായി. ഇന്നത്തെ ഫുഡ് ഇവിടെ ഒന്ന് ആക്കി നോക്കാം. എന്താ ഓവർ ഹൈപ്പ് ആണോ അതോ നല്ലതാണോ എന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ഫേമസ് ആയതുകൊണ്ടാണ് തോന്നുന്നു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് കേട്ടോ. ഇവിടെ വെയിറ്റ് ചെയ്താലാണ് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ. 1943 തുടങ്ങിയതാണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ ഒരു 5-6 പേര് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അവർക്ക് സീറ്റ് കിട്ടി. ഇനി അടുത്തത് ഞാനായിരിക്കും എന്ന് വിചാരിക്കുന്നു. നോക്കാം. നമുക്ക് സീറ്റ് കിട്ടിയിട്ടോ ഫൈനലി. നല്ല തിരക്കാണ് ഇവിടെ. എല്ലാ ടേബിളും ഫുള്ളാണ്. പക്ഷേ അതിനും മാത്രം ടേബിൾസും ഇല്ല, മേലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഫേമസ് കറിദോശയാണെന്ന് പറഞ്ഞു. കറിദോശ എന്ന് പറഞ്ഞാൽ മട്ടൻ്റെ ഒരു ഡിഷാണ്. ദോശയിൽ
ഈ മട്ടൺ മീറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിഷാണെന്ന് തോന്നുന്നു. നമുക്കത് ട്രൈ ചെയ്ത് നോക്കട്ടെ ഫസ്റ്റ്. ഇവിടെ ഇതാണ് നമ്മുടെ ഐറ്റംസ് കേട്ടോ. ഇത് മട്ടൺ കറി ദോശ, ചിക്കൻ ചുക്ക. ഈ കറി ദോശയ്ക്ക് നമ്മൾ ഗ്രേവീസ് ഉണ്ടോ ഇത് മട്ടൺ നല്ലി ഗ്രേവി എന്ന് പറഞ്ഞാൽ നല്ലി ഗ്രേവി, ചെട്ടിനാട് ചിക്കൻ ഗ്രേവി. ഇത് കറി ദോശ സ്പെഷ്യൽ മട്ടൺ ഗ്രേവി എന്നാട്ടോ പറഞ്ഞത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇത് മേലെ മട്ടൻ്റെ ലെയർ, അതിൻ്റെ ഉള്ളിൽ ചിക്കനോ അല്ല ഓണിയനോ പിന്നെ ഗ്രേവീസ്, അതിൻ്റെ ഒക്കെ ഓരോ ലെയർ ആയിട്ടോ നല്ല കട്ടിയുണ്ട് കേട്ടോ. ഞാനിത് സാധാരണ നമ്മൾ ദോശ കഴിക്കുന്നവരെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടുത്തെ വെയിറ്റർ ചേട്ടൻ പറഞ്ഞത് ഇതിങ്ങനെ കഴിക്കരുത്. ഇതെന്ന് പറഞ്ഞാൽ 80%, ഇതിൻ്റെ ഗ്രേവി 20%. ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയാലാണ് 100% ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. സംഗതി ശരിയാണ്. ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ. സംഭവം പൊളിയാണ്. അപ്പോൾ കറി ദോശയൊക്കെ ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ബില്ല് കിട്ടിയപ്പോഴാണ് എൻ്റെ കണ്ണ് തല്ലേ. ഒരു ദോശേൻ്റെ വില 264 രൂപയെ. ഒരു ദോശേൻ്റെ വിലയാണ്. ചിക്കൻ ചുക്കേൻ്റെ വില 175 രൂപയും. ഒരു ദോശയ്ക്ക് 267 രൂപ കൊടുത്തൊരു ദോശ കഴിക്കണമെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഓവറാണ്. ഓവറല്ല, നല്ല ഓവർ പ്രൈസ്ഡാണ് കേട്ടോ. ഞാൻ വിചാരിച്ച അത്ര ടേസ്റ്റും ഇല്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യാം, ഒറ്റ പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ 250 രൂപ ദോശയും കഴിച്ചിട്ട് ചുമ്മാ കാശ് കളഞ്ഞു, വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദോശ കഴിച്ചിട്ട് ഊബർ ബുക്ക് ചെയ്തേ. ഇവിടെ പോയപ്പോഴും ഊബർ ബുക്ക് ചെയ്തേ, വന്നപ്പോഴും ഊബർ ബുക്ക് ചെയ്തേ. പക്ഷേ ഊബർ കാണിക്കുന്നതിൻ്റെ എക്സ്ട്രാ കാശ് ഇവർക്ക് കൊടുക്കണം. അതായത് പോയപ്പോൾ 52 രൂപ ഊബറിൽ കാണിച്ചു, പക്ഷേ നമ്മുടെ അടുത്ത് നിന്ന് 70 രൂപ മേടിച്ചു. ഇപ്പോൾ വന്നപ്പോൾ 72 രൂപ ഊബറിൽ കാണിച്ചു, പക്ഷേ 110 രൂപ മേടിച്ചു കേട്ടോ. എന്താ കാരണം എന്നറിയില്ല, പക്ഷേ നമ്മുടെ കാര്യം നടക്കണില്ല. ഞാൻ 2-3 റൈഡ് ഞാൻ ക്യാൻസൽ ചെയ്തു എക്സ്ട്രാ ചോദിച്ചിട്ട്. പക്ഷേ എല്ലാവരും എക്സ്ട്രാ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം നടന്നല്ലേ പറ്റൂ. ഒരു 10-20 എക്സ്ട്രാ കൊടുത്താലും കാര്യം നടക്കുമല്ലോ. അപ്പോൾ തിരിച്ച് നമ്മൾ ലോഡ്ജിൽ വന്നു. ഇനി ഒന്ന് ഉറങ്ങിയിട്ട് രാത്രി നമുക്ക് 9:15 കേട്ടോ ബസ്. ഇവിടെ നേരെ ഊട്ടിക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മധുരയിൽ നിന്ന് ബസ് കയറി കേട്ടോ. ഊട്ടി ബസ്സാണ് കയറിയിരുന്നത്. നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഊട്ടി. ഊട്ടി നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് 9:15 ബസ് എടുക്കും. ഡീലക്സ് എന്നൊക്കെ കണ്ട് ബുക്ക് ചെയ്തതാണ്, പക്ഷേ സാധാ ബസ് തന്നെയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു പുഷ് ബാക്ക് സീറ്റൊക്കെ ഉള്ള ബസ്സായിരിക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ ഡീലക്സ് എന്ന് പറഞ്ഞാൽ പുഷ് ബാക്ക് സീറ്റൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല, സാധാ നമ്മുടെ നാട്ടിലെ ചുവന്ന ബസ്സില്ലേ KSRTC, അതേപോലത്തെ ബസ്സാണ് കേട്ടോ. അയ്യോ, അവിടെ വരെ ഇരുന്ന ഇരിപ്പിൽ പോകണം. ഊട്ടി വരെ രാവിലെ 5-5:30 ആവും അവിടെ എത്തുമ്പോൾ കേട്ടോ. അവിടെയാണെങ്കിൽ കൊടുക്കാതെ തണുപ്പായിരിക്കും. നോക്കാം. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ Day 3 ഇന്ന് കഴിഞ്ഞു കേട്ടോ. മധുര ഓവറായി. പക്ഷേ ഈ ട്രിപ്പ് ഒന്നും കൂടി വരണം, ബൈക്ക് എടുത്ത് വരണം കേട്ടോ. എപ്പോഴും നമ്മൾ ബൈക്ക് എടുത്തല്ലേ. ഞാൻ ഇതെന്താ ഇവിടെ നിന്ന് നിർത്തുന്നത് വെച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് ദിണ്ടുക്കൽ, പഴനി, അവിടെയൊക്കെ ഞാൻ നമ്മൾ കഴിഞ്ഞ വർഷം ബൈക്ക് കൊണ്ട് വന്ന യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ആ ഭാഗത്ത് കുറേയൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തത്. പക്ഷേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ബസ്സിന് വന്നത്. ബസ്സിനൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ബസ്സിന് വന്നുള്ള കുഴപ്പമെന്ന് വെച്ചാൽ സിറ്റി മാത്രമേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ, പുറത്ത് ഗ്രാമങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഈ റൂട്ട് ഇനി ബൈക്കിലും കൂടി ഒന്ന് വരണം. സമയം കിട്ടണം. അതാണ് ഇതിപ്പോൾ ഇയർ എൻഡ് ആയതുകൊണ്ട് ലീവ് കിട്ടിയതാണ്. ഇനി അങ്ങനെ ലീവ് കിട്ടണമെന്നൊന്നുമില്ല, എന്നാലും ട്രൈ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഊട്ടിയിൽ വന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഊട്ടിയിൽ ഒട്ടുക്കത്തെ തണുപ്പാണ്. അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. വന്ന് നമ്മുടെ നാട്ടിലേക്കുള്ള 3ാമത്തെ ദിവസം ഞാൻ കയറി പോന്നു കേട്ടോ, തണുപ്പ് സഹിക്കാൻ പറ്റാനിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇയറിൻ്റെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. 3-4 ദിവസം ഒറ്റയ്ക്ക് അറിയാത്ത സ്ഥലങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആണ്. കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു, കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഒരു വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങളും തന്നൊരു ട്രിപ്പായിരുന്നു അത്. അതായത് എവരി ട്രിപ്പ് വിൽ ഗീവ് യു ആൻ എക്സ്പീരിയൻസ് എന്നല്ലേ, ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയ ട്രിപ്പ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് അബിൻ സൈനിങ് ഓഫ്.